സെക്കൻഡ് ബ്ലോക്കിൽ ഫോർത്ത് യൂണിറ്റിൻ്റെ കണ്ടിന്യൂഷനാണ് എടുക്കുന്നത് കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിൽ ആദ്യകാലങ്ങളിലൊക്കെ ഉയർന്നു വന്നിട്ടുള്ള കാർഷിക പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ അവധിലുള്ള കിസാൻ സഭയെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എടുക്കാൻ പോകുന്നത് ദ പെസൻറ്റ് മൂവ്മെൻറ്റ് ഇൻ 1930s, അതായത് 1930കളിലൊക്കെ ഉണ്ടായിട്ടുള്ള കാർഷിക പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഇനി നോക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇന്ത്യയിൽ നിസ്സഹകരണ പ്രസ്ഥാനവും നിയമലംഘന പ്രസ്ഥാനമൊക്കെ വന്ന സമയം മുതൽ തന്നെ ഈ ഒരു തൊഴിലാളികളൊക്കെ ദേശീയ പ്രസ്ഥാനത്തിൽ വലിയ തോതിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കർഷകരുടെ പ്രസ്ഥാനങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധങ്ങളൊക്കെ കൂടുതലായിട്ടും ഉയർന്നു വന്നിട്ടുള്ളത് അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ വിലയിടിയുന്നതും റവന്യൂ ഡിമാൻഡ് വാടകയൊക്കെ വർദ്ധിച്ചതിനൊക്കെ പേരിലാണ് കർഷകർ പ്രതിഷേധങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ കാലത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വാടകയും വരുമാനമൊന്നും ഇല്ലാതെ തന്നെ അവർ പല രീതിയിലും ക്യാമ്പയിനുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. UPയിലൊക്കെ 1930കളിലൊക്കെ വാടകയ്ക്കും നിർബന്ധിത തൊഴിലാളികൾക്കും എതിരായിട്ട് ശക്തമായിട്ട് തന്നെ ഒരു കാർഷിക പ്രസ്ഥാനം ഉയർന്നു വന്നിട്ടുണ്ട്. റവന്യൂ ആവശ്യങ്ങളുടെ ഒരു ഭാഗം മാത്രമേ നൽകൂ എന്നാണ് ഗാന്ധി കർഷകരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പലയിടത്തും ഈ ഒരു പ്രഖ്യാപനം ജമീന്ദാർമാർക്ക് വാടക നൽകാതിരിക്കാനുള്ളൊരു കാരണമായി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രാദേശിക നേതാക്കൾ കോൺഗ്രസിൻ്റെ പേരിൽ തീവ്രവാദ പ്രവർത്തനങ്ങളും നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ 1931 കോൺഗ്രസ് നേതൃത്വം തലത്തിൽ വാടക നൽകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അനുമതി നൽകിയിട്ടുണ്ട്. അങ്ങനെ 1936 ഭൂപ്രഭുത്വം ഉന്മൂലനം ചെയ്യാനുള്ളൊരു അനൗൺസ്മെൻറ്റ് വന്നു. അത് കോൺഗ്രസ് പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബംഗാളിൽ ബങ്കിം മുഖർജി കനാൽ നികുതിക്കെതിരെ ബർദ്വാനിലെ കർഷകരൊക്കെ അതിനു വേണ്ടിയിട്ട് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒഡീഷ, പഞ്ചാബ്, ബീഹാർ, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലൊക്കെ പലതരത്തിലുള്ള പ്രതിഷേധ പ്രവർത്തനങ്ങൾ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുമുണ്ട്. വർക്കിംഗ് ക്ലാസ് മൂവ്മെൻറ്റ്സ്, അതായത് തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനകാല സമയത്ത് തന്നെ ബോംബെ, കൽക്കത്ത, അഹമ്മദാബാദ്, സൂറത്ത്, മദ്രാസ് എന്നിങ്ങനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ടെക്സ്റ്റൈൽസ് മിൽ സമരങ്ങൾ പോലെയുള്ള പല രീതിയിലുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ട്. റെയിൽവേയിലും തേയിലത്തോട്ടങ്ങളിലൊക്കെ പണിമുടക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ കേട്ടോ. എന്നാലും ഈ ഒരു പണിമുടക്കുകളുടെ സ്വഭാവം സൂചിപ്പിക്കുന്നത് അവ പെട്ടെന്ന് തന്നെ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഗാന്ധിജിയൊക്കെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഗാന്ധിജിയൊക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്കൊക്കെ ഇറങ്ങുന്ന ആ ഒരു സമയത്തിന് മുമ്പ് തന്നെ തൊഴിലാളി സമരങ്ങളൊക്കെ ഒരുപാട് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തൊഴിലാളികളുടെ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ പല ആവശ്യങ്ങളൊക്കെ നിറവേറുന്നതിനും വേണ്ടിയിട്ടൊക്കെയാണ് അവർ ഇത്തരത്തിലുള്ള സമരങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നടന്നിട്ടുള്ള സമരങ്ങളിൽ ബംഗാളിൽ 1870 ശശിപഥ ബാനർജിയാണ് വർക്കിംഗ് മെൻസ് ക്ലബ്ബ് സ്ഥാപിച്ചിട്ടുള്ളത്. ബോംബെയിൽ നാരായൺ മേഘാജി ലോഗഡെ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ 1890 ബോംബെയിലൊരു മിൽ ആൻഡ് മിൽ ഹാൻഡ്സ് അസോസിയേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലൊന്നും ഈ ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ പല ആളുകളും മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഈ തൊഴിലാളികളുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തൊഴിലാളികളുടെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും അവരാരും ഈ മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ദേശീയവാദികൾ തൊഴിലാളികളുടെ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളിലൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതലായിട്ടും കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. 1916 ഹോം റൂൾ ലീഗ്, 1919 റൗലറ്റ് ആക്ട്, അതിനെതിരെയുള്ള സത്യാഗ്രഹം, അങ്ങനെ 2022 ആയപ്പോഴേക്ക് ഖിലാഫത്ത് പ്രസ്ഥാനം, നിസ്സഹകരണ പ്രസ്ഥാനം ഇങ്ങനെയൊക്കെ തുടങ്ങിയതോടുകൂടെ അവരുടെ ആ ഒരു അവഗണന പകുതിയിലധികം മാറിയിട്ടുണ്ട്. 1919 മുതൽ 22 വരെയുള്ള കാലഘട്ടങ്ങളിൽ തൊഴിലാളി വർഗത്തിലുള്ള അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വേണ്ടിയിട്ടൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരു പുനർജന്മം ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും കേട്ടോ. തൊഴിലാളി വർഗം കുറച്ചും കൂടെ ഒരു സംഘടിതമായിട്ട് തന്നെ അവരുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവർ പോരാടാനും തുടങ്ങിയിട്ടുണ്ട്. അതോടുകൂടെ തന്നെ ലോകമഹായുദ്ധ സമയത്തുണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധികളും റഷ്യൻ വിപ്ലവത്തിൻ്റെ സ്വാധീനവും അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് തൊഴിലാളി വർഗ സംഘടന രൂപീകരണത്തിന്
ഒരു അനുകൂലമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് ആ സമയത്ത് ഉണ്ടായിട്ടുള്ളത്. അതിലൂടെ പുതിയ രീതിയിലുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു ട്രേഡ് യൂണിയൻ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള തുടക്കം കുറിച്ചിട്ടുണ്ട്. അങ്ങനെ 1918 മുതൽ 22 വരെയുള്ള വർഷങ്ങൾ തൊഴിലാളി വർഗത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർഷമാണ്. 1918 ഏപ്രിലാണ് മദ്രാസ് ലേബർ യൂണിയൻ ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് യൂണിയനായിട്ട് കണക്കാക്കിയിട്ടുള്ളത് കേട്ടോ. മറക്കരുത്, 1918 ഏപ്രിലാണ് മദ്രാസ് ലേബർ യൂണിയൻ ഇന്ത്യയിലെ ഫസ്റ്റ് ട്രേഡ് യൂണിയനാണ്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് DP വാഡിയയും അതേപോലെ തന്നെ ആനി ബെസന്റും ആണ് കേട്ടോ. മദ്രാസിൽ ബക്കിംഗ്ഹാം, മിൽസല് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു സംഘടന അവർ രൂപീകരിച്ചിട്ടുള്ളത്. പിന്നീട് പറയുന്നത് 1918 തന്നെ ഉള്ള അഹമ്മദാബാദിലുള്ള ടെക്സ്റ്റൈൽസ് ലേബർ അസോസിയേഷനാണ്. ഈ ഒരു അസോസിയേഷനിൽ അനസൂയ സാരാഭായി, ശങ്കർലാൽ ബാങ്കർ എന്നിവർക്കൊപ്പം ഏകദേശം ഒരു 14,000 തൊഴിലാളികളുമായിട്ടാണ് ഗാന്ധിജി ഈ ഒരു അസോസിയേഷൻ്റെ ട്രസ്റ്റിഷിപ്പ് ആരംഭിച്ചിട്ടുള്ളത്.